ഇറാനിലുള്ള ഭാരതീയരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ഇറാൻ-US സംഘർഷ പശ്ചാത്തലത്തിലാണ് നിർണായക നിർദ്ദേശം. ലഭ്യമായ മാർഗങ്ങളിലൂടെ ഇറാനിൽ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കണം. സഹായത്തിനായി ഇന്ത്യൻ എംബസിയുടെ എമർജൻസി നമ്പറുകളും നൽകിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഐസൻ, കാര്യങ്ങൾ കൂടുതൽ ആശങ്കയിലേക്ക് പോകുകയാണോ? അമേരിക്ക-ഇറാൻ സംഘർഷം ഉടൻ ഉണ്ടാകുമെന്നാണോ നമുക്ക് മനസ്സിലാകുന്നത്? ഒപ്പം ഈ ഇറാനിൽ നിന്നും ഭാരതീയർ എത്രയും പെട്ടെന്ന് പുറത്തെത്തണമെന്ന് പറയുന്നു. ഈ ഇറാനിൽ നിന്നുമുള്ള ഭാരതീയരെ പുറത്തെത്തിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയിരിക്കുന്നത്? അശ്വതി, നിലവിൽ ഇത്തരത്തിലൊരു അഡ്വൈസറി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ എംബസി വഴി ഇറാനിലെ ജനതയ്ക്ക് നൽകിയതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഇറാനും അമേരിക്കയുമായുള്ള സംഘർഷം, ആണവ ധാരണ സംബന്ധിച്ച ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ആണവ ധാരണ സംബന്ധിച്ച സമാധാനപരമായ ചർച്ചകൾ ജനീവയിൽ ഈ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്നുണ്ട് എങ്കിൽ കൂടി ചില ആശയക്കുഴപ്പങ്ങളും ചില സംശയങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ആക്രമണം ഇറാനെതിരെ അമേരിക്ക നടത്തിയേക്കുമോ എന്നൊരു സാധ്യത തന്നെ കൃത്യമായും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ആണവ ധാരണ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ, അതായത് നേരത്തെ ട്രംപ് അറിയിച്ചിരുന്നു 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി നിരവധി വിമാനത്താവളങ്ങൾ, പശ്ചിമേഷ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക്, അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനത്താവളങ്ങളിലേക്ക് കൃത്യമായി വലിയ സൈനിക സംവിധാനങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ അതിശക്തമായ യുദ്ധത്തിനുള്ള ഒരു സംവിധാനം അറബിക്കടലിൽ കപ്പൽപ്പടയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും 2 റിസ്കുകളാണ്. അതായത് ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എന്നൊരു ഭാഗവും, രണ്ടാമത്തേത് ഇത്തരത്തിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിമാനത്താവളങ്ങളെല്ലാം തന്നെ എയർവേകളെല്ലാം തന്നെ അടയ്ക്കുന്നൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോഴും തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും. അത്തരമൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് രാജ്യം വിടാനുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ലഭ്യമായ വഴികളിലൂടെ രാജ്യം വിടുക, സുരക്ഷിതമായി തിരിച്ചെത്താൻ ശ്രമിക്കുക എന്ന ഒരു അറിയിപ്പാണ് ഇന്ത്യൻ എംബസി ഇറാനിലെ ഭാരതീയർക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും മറ്റു സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചില ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇമെയിൽ ഐഡികളെല്ലാം നൽകി ഇവരെ സുരക്ഷിതമായി കണ്ടെത്തുകയും സുരക്ഷിതരായി അവരെ എവിടെയാണ് താമസിക്കുന്നത് എന്നെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തി ആദ്യഘട്ടം ഇവരുടെ ലിസ്റ്റിംഗ് നടത്തിയതിന് ശേഷം സുരക്ഷിതമായി തിരിച്ചയക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് ഒരു പരിധിവരെ പ്രത്യേക വിമാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള നീക്കങ്ങളും ഉണ്ടായി എന്ന കാര്യവും വരും. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷിതരായി നാട്ടിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടുത്ത ഘട്ടമായി അവരെ സുരക്ഷിതരായി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള തുടർ നടപടികൾ, ഇവാക്യുവേഷൻ നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്? ഈ 2 ലോകരാജ്യങ്ങൾ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണോ ഇപ്പോൾ പുറത്തെത്തുന്നത്? തീർച്ചയായും ഈ ഏറ്റുമുട്ടിയേക്കാമെന്നുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏറ്റുമുട്ടാനുള്ളൊരു സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആണവ ധാരണയിലെത്തിയില്ലെങ്കിൽ തീർച്ചയായും ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിനുള്ള സാധ്യത വെറുതെ പറയുക മാത്രമല്ല, കൃത്യമായ വ്യോമാക്രമണത്തിനുള്ള സംവിധാനങ്ങൾ ഖത്തറിലും മറ്റുമുള്ള എയർപോർട്ടുകളിൽ അമേരിക്കയുടെ സൈന്യത്തിന് സംവിധാനങ്ങളുള്ള വിമാനത്താവളങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. ശക്തമായ സൈനിക സംവിധാനങ്ങൾ എത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 12ഓളം കപ്പലുകൾ അറബിക്കടലിൽ ഇറാനെ ലക്ഷ്യമിട്ട് കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ കരസൈനിക സംവിധാനങ്ങളും ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലുമായി ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ആക്രമണത്തിനുള്ള സാധ്യത, ഇറാനെതിരെ ഒരു ആക്രമണത്തിനുള്ള സാധ്യത, ഇറാനിൽ ഒരു ആശങ്കാജനകമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. അവിടെയുള്ള ഭാരതീയർ എത്രയും പെട്ടെന്ന് രാജ്യം വിടാനാണല്ലോ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു വേണ്ടി പ്രത്യേക നമ്പറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാൻ-US സംഘർഷ പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നിർദ്ദേശം. ന്യൂസ് ഡെസ്കിൽ നിന്നും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.